അടുത്ത ചെസ് നമ്പർ 100. അനനിയാസ് മോണോ ആക്ട് മത്സരത്തിലാണ്. എനിക്ക് അനനിയാസിനോട് കുറച്ചുകൂടി അടുപ്പം തോന്നുന്നുണ്ട്. കാരണം ഞാൻ സ്കൂൾ കലോത്സവത്തിലും TTC കലോത്സവത്തിലും മോണോ ആക്ടിൽ A ഗ്രേഡ് വാങ്ങിച്ച ആളാണ്. അപ്പൊ സ്വാഭാവികമായും മോണോ ആക്ടിനോട് വല്ലാത്തൊരു അടുപ്പമുണ്ട്. അനനിയാസ് GHSS ചെമ്പൂച്ചിറ തൃശൂർ അല്ലേ? അനനിയാസ് ടിറ്റൻ, എന്തൊരു പേരാണ്. അപ്പൊ എന്റെ പേര് ടിറ്റൻ. സാഗർ എലിയസ് ജാക്കി എന്നൊക്കെ പറയും പോലെ. എന്താ മോനെ വിഷയം? എന്താണ്? വയനാടിലെ ആ ഉരുൾപൊട്ടലായിരുന്നു. നമ്മൾ ഈ കലോത്സവം തന്നെ ഒരുപക്ഷെ സമർപ്പിക്കുന്നത് വയനാട്ടുകാർക്ക് വേണ്ടിയിട്ടാവും അല്ലേ? അപ്പോ അതിജീവനത്തിന്റെ കഥയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ, അതിനുശേഷമുള്ള അവരുടെ അതിജീവനത്തിന്റെ കഥയാണ് അനനിയാസ് ടിറ്റൻ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട്. മാന്യ സദസ്സിന് വന്ദനം. ഒരിച്ചു നേരം കൊണ്ട് ഒരു നാടിനെ തന്നെ ഇല്ലാതാക്കിയാലോ? അതെ, കുറച്ചു മാസങ്ങളായി നമ്മൾ നേരിട്ട വയനാട്ടിലെ പ്രകൃതി ദുരന്തം. കാണാം ആ ദുരന്തം അനുഭവിച്ച ഒരു കുടുംബത്തെ. അവർ അത്താഴത്തിനായിരിക്കുമ്പോൾ അവർക്ക് സംഭവിക്കുന്ന ആ കാര്യത്തിലേക്ക് നമുക്ക് എത്തി നോക്കാം. ഉപ്പ, എന്തൊരു ശബ്ദം കേൾക്കണില്ലേ? നിങ്ങൾ ബേജാറാവണ്ട മക്കളെ, ഉപ്പ പോയി നോക്കിട്ട് വരാ. നമ്മൾ എന്തായി കാണുന്ന ചൂരൽ മലടിച്ച് താഴെ വരെ. സൈനമേ എഴുന്നേക്ക്, നമുക്ക് ഈ പുഴ കടക്കാനുള്ളതാ. ചൂരൽ മലടിച്ച് താഴേക്ക് വരുന്നേ. മക്കളെ, ഇപ്പൊ നിങ്ങള് നീന്താൻ പഠിപ്പിച്ചതല്ലേ? നീന്തിക്കോളി. മക്കളെ, നിങ്ങൾ ഇവിടെ നിക്ക്, ഉപ്പമായി ഉമ്മാനും കൂടി വരാട്ടാ. ഇക്ക വേഗം വായിക്ക, ഉരുളിവിടെ എത്താറായിക്ക. വേഗം വായിക്ക, വേഗം. ഒരു വലിയ കല്ല് വരുന്നിക്ക. കാല് വേഗം വായിക്ക, വന്ന് രക്ഷിക്ക. സൈനമേ, നിനക്ക് എന്താ പറ്റി? എഴുന്നേക്ക് സൈനമേ, വേഗം എഴുന്നേക്ക്, നമുക്ക് ഈ പുഴ കിടക്കാനുള്ളതാ. നമ്മള് എത്ര കഷ്ടപ്പെട്ട് വേണതാ നമ്മുടെ പോരാ. നീ പോരയുടെ കാര്യം എടുത്ത് ബേജാറാവല്ലേ? നമുക്ക് ഈ പുഴ കിടക്കാനുള്ളതാ. വാ, വേഗം വാ. കുഞ്ഞ, ഉപ്പയമ്മ എത്തിയില്ലല്ലോ. ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും. നിങ്ങളാ സുലൈമാന്റെ മക്കളാണോ? അതെ, നിങ്ങളുടെ ഉപ്പയമ്മയും. ഉപ്പ, ഉമ്മ, ഞങ്ങൾക്ക് ആരുണ്ട്? ഞങ്ങളോട് ചതി വേണായിരുന്ന ഉപ്പ, ഉമ്മ. ഓക്കെ. അനനിയാസ് ടിറ്റൻ സൂപ്പർ. നിന്ന് അനനിയാസ് അല്ല ഈ മൈക്ക് കയ്യിൽ കിട്ടിയപ്പോൾ അല്ലേ, വളരെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ, വളരെ ഒരു എക്സ്ട്രീം ചേഞ്ച് ആണ് കണ്ടത്. വളരെ സൗമ്യഭാവക്കാരനെന്ന് തോന്നുമെങ്കിലും ഗംഭീരമാക്കി അനനിയാസ് ടിറ്റൻ. പേര് പോലെ തന്നെ സങ്കീർണമായൊരു വിഷയമാണ് വയനാട്ട് സംഭവിച്ചത്. അതിന്റെ അതിജീവനം ഒക്കെയും ഗംഭീരമായി പെർഫോം ചെയ്തു. A ഗ്രേഡും കരസ്ഥമാക്കി. അപ്പോ ഇനി നമുക്ക് ഏതെങ്കിലുമൊക്കെ സിനിമയിൽ കാണണം. ഓക്കെ, ഇനി സ്ക്രീനിൽ കാണാം. ശരി.